കേരള കർണാടക അതിർത്തി പ്രദേശത്ത് 75 വർഷമായി താമസിക്കുന്ന 16 കുടുംബങ്ങളെ കർണാടക വനംവകുപ്പിന്റെ ഒഴിപ്പിക്കൽ ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കണമെന്നും അതിർത്തി പ്രദേശത്ത് റീസർവേ നടത്തി ഭൂമിക്ക് നിയമപരമായ വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ട് പി കുഞ്ഞികൃഷ്ണൻ MLAക്ക് നിവേദനം നൽകി. പഞ്ചായത്ത് അംഗം ജമീല കോളേജിന്റെ നേതൃത്വത്തിലാണ് 16 അംഗ കുടുംബങ്ങൾ MLAയെ സമീപിച്ചത്. തലമുറകളായി ഇവിടെ താമസിച്ചു വരുന്ന കുടുംബങ്ങൾക്ക് പട്ടയമോ മറ്റ് ഔദ്യോഗിക രേഖകളോ ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. സ്വന്തമായി മറ്റൊരു വീടോ സ്ഥലമോ ഇല്ലാത്തതിനാൽ ഒഴിഞ്ഞു പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കുടുംബങ്ങൾ നിവേദനത്തിൽ വ്യക്തമാക്കുന്നു. 1974 കേരള കർണാടക സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടന്ന സർവേയിൽ കേരളത്തിന്റെ അതിർത്തി സൂചിപ്പിച്ച് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചിരുന്നു. ഈ അതിർത്തി കല്ലുകൾക്ക് താഴെയുള്ള ഭാഗത്താണ് 16 കുടുംബങ്ങളും താമസിക്കുന്നത്. ഇത് കേരളത്തിന്റെ പരിധിയിലുള്ള 124/1 സർവേ നമ്പർ ഭൂമിയാണെന്നാണ് നാട്ടുകാരുടെ വാദം. എന്നാൽ 124/2 സർവേ നമ്പറിലുള്ള കർണാടക ഭൂമിയാണെന്നാണ് കർണാടക സർക്കാർ അവകാശപ്പെടുന്നത്. ഈ തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക വനംവകുപ്പ് ഒഴിപ്പിക്കൽ നടപടിക്ക് ശ്രമിക്കുന്നതെന്നും ഭീഷണി തുടരുന്നതായും പരാതിയുണ്ട്. ഓരോ തവണയും കോടതിയെ സമീപിച്ച് സ്റ്റേ ഉത്തരവ് നേടിയാണ് കുടുംബങ്ങൾ ഒഴിപ്പിക്കൽ തടയുന്നത്. ഭൂമി കർണാടക സർക്കാരിൻ്റെതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഇതുവരെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതിനാലാണ് കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവുകൾ ലഭിക്കുന്നതെന്നും കുടുംബങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. 2012 അന്നത്തെ കണ്ണൂർ ജില്ലാ കളക്ടർ ഡോക്ടർ യു രത്തൻകേൽക്കർ വിഷയത്തിൽ ഇടപെട്ട് റീസർവേ ആരംഭിച്ചെങ്കിലും കർണാടക വനംവകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് നടപടികൾ പാതി വഴിയിൽ നിർത്തിവെക്കുകയായിരുന്നു. അളന്ന ഭാഗത്ത് തന്നെ 64 ഏക്കറിലധികം ഭൂമി കർണാടകയുടെ കൈവശമാണെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ട് കേരള സർക്കാരിന് സമർപ്പിച്ചിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും നിവേദനത്തിൽ പറയുന്നു. പുളിങ്ങോം വില്ലേജിലെ ആറാട്ടുകടവിലെ 11 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതിർത്തി തർക്കത്തിൽപ്പെട്ട ഈ 16 കുടുംബങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ സമാന നടപടി ഉണ്ടായിട്ടില്ല. അതിർത്തിയിൽ അടിയന്തരമായി റീസർവേ നടത്തി പതിറ്റാണ്ടുകളായി ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് നിയമപരമായ സംരക്ഷണവും ഭൂമിയുടെ അവകാശവും ഉറപ്പാക്കണമെന്നാണ് MLAക്ക് നൽകിയ നിവേദനത്തിലെ പ്രധാന ആവശ്യം. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ. ഹോൾസെയിൽ